KCBC മദ്യവിരുദ്ധ സമിതി, മദ്യവിരുദ്ധ ഏകോപന സമിതി, ഗ്രീൻ വിഷൻ കേരള, സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് ലഹരി വിരുദ്ധ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മദ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മദ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യരുള്ള സംസ്ഥാനമായി കേരളം മാറി. അനുദിനം കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുക, ലഹരിയുടെ വ്യാപകമായ ഉപയോഗം മൂലം കൊലപാതകങ്ങളും അക്രമങ്ങളും കളവും മോഷണവും ഒക്കെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ എവിടെ നോക്കിയാലും അവിടെയെല്ലാം ലഹരി കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടുകയാണ്. ഇപ്പോ ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം റെസ്റ്റോറന്റുകളിൽ പോലും മദ്യം കൊടുക്കുവാൻ, കള്ള് വിൽക്കുവാനുള്ള അനുമതി ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നു. IT പാർക്കുകളിലും IT അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ 10 ലക്ഷം രൂപ ഫീസ് അടച്ചാൽ യഥേഷ്ടം ലഹരി കൊടുക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മുടെ സമസ്ത മേഖലകളും ലഹരിയുടെ വ്യാപനമുള്ള പ്രദേശങ്ങളായി മാറുകയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരിൽ നല്ല പങ്കും മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ചേക്കേറിയപ്പോ കേരളം പ്രായമുള്ളവർ മാത്രമുള്ള ഒരു സംസ്ഥാനമായി മാറുകയാണ്. വിദ്യാഭ്യാസം കഴിയുന്നതോടെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുവാൻ വെമ്പൽക്കൊള്ളുന്ന വിദ്യാർത്ഥി സമൂഹമുള്ള ഒരു നാടായി മാറുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലുമൊക്കെ ലഹരിയുടെ, സിന്തറ്റിക് ലഹരിയുടെ, MDMA ശക്തമായ സ്വാധീനം ഈ സമൂഹത്തെ തകർക്കുമ്പോ നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ നമുക്കാകുമോ? എക്സൈസും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ ലഹരിയുടെ ശക്തി കുറയുന്നില്ല എന്ന് നമുക്കറിയാം. ലഹരിയുടെ ഉപയോഗത്തിൽ കേരളം ഒന്നാമതാണെന്നും അതുവഴി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പെരുകുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറിയും സജീവം പ്രൊജക്ട് കോർഡിനേറ്ററുമായ ജോൺസൺ കറുകപ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൗവനത്തിൽ നിങ്ങളെ സംരക്ഷിക്കേണ്ടവർ, വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് വെള്ളം പകർന്നു തരേണ്ടവർ ഇന്ന് ചെളിക്കുണ്ടുകളിൽ കടന്ന് ഉരുളുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങളാണ്. ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അടുത്ത വീട്ടിലെ കുട്ടിയോ സമൂഹത്തിൽ ആരെങ്കിലുമോ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ ഓർക്കണം. അവരെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു. ഒരു സമൂഹത്തിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് ഇത്തരം ലഹരി വസ്തുക്കൾ കടന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാനുള്ള ആർജവും സങ്കോചവും നമുക്കുണ്ടാകണം. അല്ല എങ്കിൽ ഇത് സമൂഹത്തിലേക്ക് കടന്നു വന്ന് നമ്മെ കാർന്നു നിന്ന് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ലഹരിക്കെതിരെ എത്രമാത്രം ബോധവൽക്കരണം ഉണ്ടാക്കിയാലും, എത്രമാത്രം പദയാത്ര നടത്തിയാലും, എത്രമാത്രം വിചാരം ഉണ്ടാക്കിയാലും നാം തീരുമാനിക്കണം ലഹരി ഉപയോഗിക്കില്ല എന്ന്. ലഹരിക്കെതിരെ സമൂഹം സകലതും മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ലഹരിയുടെ വ്യാപനത്തെ തടയാൻ നാം ആർജവത്തോടെ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബിജു വെട്ടിക്കുഴ, ജോയി പടയാട്ടിൽ, മാർട്ടിൻ കീഴേമാടൻ, AT ലൈജു, കുര്യൻ കോതമംഗലം, ജോണി കണ്ണാടൻ, ജോബി ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജിജു വർഗീസ്, ജോസ് കൈതമന, പീറ്റർ ഇടപ്പുളവൻ, KV ഏണസ്റ്റ്, ഷിജു കൊട്ടാരത്തിൽ എന്നിവർ നേതൃത്വം കൊടുത്ത ചടങ്ങിൽ സർക്കാർ മദ്യനയം തിരുത്തണമെന്നും ലഹരി കേസുകളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.